നമസ്കാരം. SP അരുളലാണ്. മനോരമ ഇന്നലെ ചെയ്തൊരു മാധ്യമ ചെറ്റത്തരവും. തലസ്ഥാന കോർപ്പറേഷനിൽ VV രാജേഷ് മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങോട്ട് വിളിച്ചതിനെ മനോരമ ഉടനടി വക്രീകരിച്ച് വാർത്ത കൊടുത്തത് എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടാണ്. അതായത്, ഹലോ രാജേഷ്, ഇത് പിണറായിയാണ്. എന്തിനാണ് മനോരമ അത് സൃഷ്ടിക്കുന്നതെന്നറിയും? കേവല അബദ്ധമാണോ? ഒരിക്കലുമല്ല. അതിന് ഒരു ഉദാഹരണം നിങ്ങളെ കാട്ടിത്തരാം. എന്തായാലും ഇന്നലെ തന്നെ മനോരമ ഉൾട്ടയടിച്ച ആ വാർത്ത ഒന്ന് കാണാൻ. ഹലോ രാജേഷ് എന്ന് വിളിച്ചു തുടങ്ങിയതിന് മണിക്കൂറുകൾക്കകം ഈ VV രാജേഷിൻ്റെ പ്രതികരണം പുറത്തു വന്നു. ഞാനാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ചതെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ആ പറഞ്ഞ ഒരു കാര്യത്തെ മനോരമയുടെ ചെവിയിലെത്തിയപ്പോൾ ഈ പിണറായി വിജയനെതിരെ ഒരു പൊതുബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണല്ലോ മാധ്യമപ്രവർത്തനം എന്ന പേരിൽ മനോരമ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന കാർഡ് പുറത്തേക്ക് വന്നത്. ഇതിനെ സംബന്ധിച്ച് പിന്നീട് VV രാജേഷ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷേ മനോരമ ഒരുപാട് ഹൈലൈറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിനൊരു വലിയ വാർത്താ വിസ്ഫോടനമായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാതെ, അല്ലെങ്കിൽ കാർഡ് പോലും അങ്ങനെ രാജേഷ് തിരുത്തി എന്നുള്ളത്, അല്ലെങ്കിൽ മനോരമയ്ക്ക് തെറ്റുപറ്റി എന്ന് പോലും പറയാത്ത ഒരു യാഥാർത്ഥ്യം മനോരമയോട് തന്നെ രാജേഷ് പറയുന്നുണ്ട്. ഞാനിന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സുനീഷിനെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ഞാൻ സുനീഷിനോട് ഇന്ന് നോമിനേഷൻ കൊടുക്കുകയാണ്, മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സുനീഷ് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് സമയം കണ്ടെത്തി ഞാൻ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു വിളിക്കുകയായിരുന്നു. ഞാനത് അപ്പം തന്നെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞല്ലോ. മാധ്യമങ്ങളാണ് മുഖ്യമന്ത്രി ഇങ്ങോട്ട് വിളിച്ചത് മാത്രം വാർത്ത കൊടുത്തു. കേട്ടല്ലോ. അപ്പോൾ VV രാജേഷ് മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിക്കുന്നു, അദ്ദേഹത്തിന് കിട്ടുന്നില്ല, സെക്രട്ടറി എടുക്കുന്നു. സെക്രട്ടറിയോട് ഇങ്ങനെ BJPയുടെ തന്നെ ഞാൻ മേയറായിട്ട് മത്സരിക്കാൻ പോവുകയാണ്, അതിൻ്റെ മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി വിളിച്ചതാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വക്രീകരണം മനോരമ നടത്തിയെന്ന് പറഞ്ഞാൽ, ഒരു BJP ബാന്ധവം നമ്മൾ പൊതുവെ ഈ ഇടതുപക്ഷക്കാർക്ക് ചാപ്പ കുത്തി കൊടുത്തിട്ടുണ്ടല്ലോ. ആ ചാപ്പ കൂടുതൽ ആൾക്കാരുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ വേണ്ടി മനോരമ ഉപയോഗിക്കുന്നതാണ്. അതെങ്ങനെയെന്ന് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ, VT ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ പോസ്റ്റിനകത്ത് നോക്കൂ, കോൺഗ്രസിൻ്റെ കേരളത്തിലെ 4 മേയർമാരുടെ ചിത്രം. അത് കൊല്ലം മേയറുണ്ട്, കൊച്ചി മേയറുണ്ട്, തൃശ്ശൂർ മേയറുണ്ട്, ഒപ്പം തന്നെ കണ്ണൂർ മേയറുണ്ട്. അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഇവർക്ക് ആർക്കെങ്കിലും മുഖ്യമന്ത്രിയുടെ അഭിനന്ദന കോൾ വന്നോ? അപ്പോൾ രാജേഷിനെ അഭിനന്ദിച്ചു എന്നൊരു നരേഷൻ ആരുണ്ടാക്കി കൊടുത്തു? മനോരമ ഉണ്ടാക്കി കൊടുത്തു. അതിന് കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് മനോരമ പറഞ്ഞു കൊടുത്ത കാര്യം സത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് അവർ പാടി നടക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ നാട്ടിൽ പല കള്ള വാർത്തകളും സൃഷ്ടിക്കപ്പെടുന്നത്. മനോരമ ഒരു കാര്യം, ഒരു സംഭവത്തെ ഇപ്പോൾ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്ത് അത് തകരാറുണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു കഥയുണ്ടാക്കും. അതിന് പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കുന്നു എന്നുള്ളത്, അത് ശരിയാവണമെന്നോ അല്ലെങ്കിൽ അത് സത്യമായിട്ട് എന്തെങ്കിലും പുലബന്ധം വേണമെന്നില്ല. അങ്ങനെ ഒരു സംഭവം കിട്ടിയാൽ മതി. ഇനി അവർക്ക് CPM അല്ലെങ്കിൽ പിണറായി വിജയനും BJPയുമായിട്ടുള്ള ബന്ധം എന്നുള്ള നിലയ്ക്ക് ഇതിനെ ചിത്രീകരിച്ച് ജനങ്ങളുടെ ഇടയിൽ പറയാൻ, ഞങ്ങളല്ല പറഞ്ഞത്, മനോരമ പറഞ്ഞു എന്ന രീതിയിൽ അവരുടെ ആവശ്യം എങ്ങനെയാണ്? ഈ PR പണിക്ക് വേണ്ടിയാണ് മനോരമയ്ക്ക് പണം അടയ്ക്കുന്നത്. അടുത്ത അധികാരത്തിൽ ഇവർ വന്നാലേ ഇത്രയും കാലം, അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ മാമൻ മാപ്പിളയുടെ കുടുംബത്തിലേക്ക് സർക്കാർ ഫണ്ട് ഒഴുകുന്നില്ല. ആ സർക്കാർ ഫണ്ട് യഥേഷ്ടം കോടിക്കണക്കിന് വെറുതെ വീട്ടിലിരുന്ന് തിന്നണമെന്നുണ്ടെങ്കിൽ ആര് അധികാരത്തിൽ വരണം? കോൺഗ്രസ് വരണം. അതിന് ഈ നാട്ടിൽ കോൺഗ്രസിന് വേണ്ടി പാടി നടക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന നരേഷനാണതെന്ന് നിങ്ങൾക്ക് അത് തെളിയുന്നില്ല. ഇപ്പോൾ നോക്ക്, VT ബൽറാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സത്യമാണെന്ന് എന്താണെന്ന് പുറത്തു വന്നാൽ പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യം ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല. കള്ളങ്ങൾ കൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുക. കള്ളങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ്. വസ്തുതയില്ലാത്ത കാര്യത്തെ വസ്തുത എന്ന രീതിയിൽ ഈ ഗീബൽസിൻ തന്ത്രം പോലെ ഇവർ ആൾക്കാരുടെ ഉള്ളിലേക്ക് പതിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ തെളിവാണ്. അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യത്തെ, മുഖ്യമന്ത്രിയെ അങ്ങോട്ടേക്ക് ഒരു മേയർ വിളിക്കുന്നു, അതിനെ മുഖ്യമന്ത്രി ഹലോ പിണറായി ആണെന്ന് മനോരമ വാർത്ത എഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മനോരമയുടെ ആ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ കടവായിലെ പല്ലടിച്ച് തെറിപ്പിക്കേണ്ടതിനപ്പുറം മറ്റൊന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിന് എന്തിനാണ് ഇല്ലാത്തത് ഉണ്ട് എന്ന രീതിയിൽ ഇവർ വളച്ചൊടിക്കുന്നത്? അവിടെയാണ് നിങ്ങൾക്ക് ഈ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചിലത് ഇവർക്ക് അതിവായന വരും. അതായത് ഇവർ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കഥ ഉണ്ടാക്കും, ഒരു നരേഷൻ ഉണ്ടാക്കും, ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കും. നേരെ മറിച്ച് കോൺഗ്രസ്സുകാർക്കിടയിലാണെങ്കിൽ അത്തരം ഒരു കാര്യമേ ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ അവരുണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസ്സുകാരെ കൊണ്ട് നാട് നീളെ ഈ പാണന്മാരെ പോലെ പാടി നടത്തിപ്പിക്കുകയാണ് മനോരമ ചെയ്യുന്നത്. മനോരമയുടെ സർക്കുലേഷനും കൂടും, മനോരമ ഉണ്ടാക്കിയ വാർത്തയ്ക്ക് റീച്ചും ഉണ്ടാക്കും. അതിലൂടെ കോൺഗ്രസ്സുകാർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം. മനോരമയ്ക്ക് നാളെ ആ രാഷ്ട്രീയ നേട്ടത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ കുടുംബത്തിലേക്ക് ഈ നാടിൻ്റെ നികുതിപ്പണം പരസ്യമെന്ന പേരിലും മറ്റ് കച്ചവടത്തിൻ്റെ പേരിലും യഥേഷ്ടം വെട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ള തന്ത്രം എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് നടപ്പാക്കി കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നിങ്ങളിപ്പോൾ ഈ കണ്ട വാർത്ത.